മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, സ്നേഹനിധികളായ സെൻറ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഹോദരങ്ങളെ, ഇന്നത്തെ വിശുദ്ധ ആരാധനയോടനുബന്ധിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ കർത്താവ് എന്നെയും ബലപ്പെടുത്തി ശക്തീകരിച്ചു. അച്ഛൻ പേര് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. വിനോദ് പാപ്പച്ചൻ വളരെ വലിയ മനുഷ്യനാണ്, ഈ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാ. ഞാനങ്ങനെ വലിയ പ്രാസംഗികനുമല്ല, എങ്കിലും ജീവിതത്തിൽ ഇതുവരെയും നമുക്ക് കഴിയുന്നിടത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും നമുക്ക് അതിന് ശ്രമിക്കാം. നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണ്. ഏകദേശം 10 മിനിറ്റ് ആണ് നമുക്ക് അച്ഛൻ തന്നിട്ടുള്ളത്, നമുക്കല്ല എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ അതിനുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞു പോകണം. അപ്പോൾ അതുകൊണ്ട് വിശദമായ ഒരു വലിയ പ്രസംഗത്തിലേക്ക് പോകാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. എങ്കിലും നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5, 6, 12 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. യോനയുടെ പുസ്തകം എന്ന് പറയുന്നത് ബൈബിളിലെ തന്നെ പഴയ നിയമത്തിലെ വളരെ ചെറിയ പുസ്തകങ്ങളിലെ ഒന്നാണ്. ഏകദേശമല്ല 32ാമത്തെ പുസ്തകമാണ് യോനയുടെ പുസ്തകം എന്ന് പറയുന്നത്. യോനയുടെ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വിശ്വാസത്തിൽ വളർന്ന് ഇതുവരെ ആയ നമുക്ക് ഏവർക്കും യോന ആരായിരുന്നു, യോന എങ്ങോട്ട് പോയി, എങ്ങനെ പോയി, അവസാനം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ 3 നോമ്പിന്റെ സാഹചര്യത്തിൽ 3 നോമ്പിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമുക്ക് 3 നോമ്പിന് നമുക്ക് ഇവിടെ ആരാധനയില്ല. അതുമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ചയായിരിക്കും ചെയ്യുന്നത് എന്ന് ധരിക്കുന്നു. അപ്പോൾ ഓർത്തഡോക്സ് ആരാധന രീതി അനുസരിച്ച്, ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ, ഒരുപാട് ചിന്തകൾ നമ്മൾ 3 നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രസംഗങ്ങൾ, ഒരുപാട് തിരുമേനിമാർ, അച്ഛന്മാർ, കോറപ്പീസ്കോപ്പ, ഒരുപാട് ആൾക്കാരെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചിന്തയിലുണ്ടായ 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പരിശ്രമത്തിൽ നിന്ന് ഞാൻ വിട വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറയുന്നത്, കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. അതിന്റെ 12ാമത്തെ വാക്യം, അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ആകെ മൊത്തം 4 ചാപ്റ്ററാണ്, 4 അധ്യായങ്ങളാണ് ഈ ബുക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം മലയാളത്തിലാണെങ്കിലും തമിഴിലും ഹിന്ദിയിലും ലോകത്തിലെ ഒട്ടുമുക്ക ഭാഷകളിലും നമ്മൾ നോക്കിയാൽ ഏകദേശം 800 to 1400 വേഴ്സസ് ആണ് ഇതിൽ മൊത്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് ലാംഗ്വേജ്, ഭാഷ അനുസരിച്ച് വ്യത്യാസം സംഭവിക്കും. ഇവിടെ നാം കാണുന്നത് ആ കപ്പലിന്റെ ചരിത്രമോ അല്ലെങ്കിൽ ആ വിഷയങ്ങളൊന്നും ഞാൻ പറയുമല്ലോ, അതിന്റെ മുമ്പിൽ നമുക്ക് അതിനുള്ള സമയങ്ങളില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ കപ്പലിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പല ജാതിയിൽപ്പെട്ട, പല വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു. കാരണം സമുദ്രത്തിലെ കാറ്റും കോളും വന്ന് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ തീരാൻ പോവാ, കപ്പൽ മറിയാൻ പോവാ. ഇനി എന്താ ചെയ്യുക എന്നുള്ളത് അവരുടെ മുമ്പിൽ യാതൊരു രക്ഷയുമില്ല. നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വരും. കാറും കോളും നിറഞ്ഞിട്ട് ജീവിതം തീർന്നു, ഇനി ഒരു അവസരമില്ല, നമ്മുടെ ജീവിതം ഇതോടെ തീർന്നു. ഹിന്ദിയിൽ പറഞ്ഞാൽ ഹിന്ദിക്കാർ പറയും, ഇവിടെ ഒരുപാട് ഹിന്ദിക്കാരുണ്ട്, കഥം കിയ, ഇനി ഒരു രക്ഷയുമില്ല, ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു, അവസാനിച്ചു. നമ്മളെന്ത് ചെയ്യും? നമ്മളെ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്നുറങ്ങും. പ്രശ്നങ്ങൾ കൂമ്പാരമായിട്ട് ജീവിതത്തിൽ ഇരിക്കുമ്പോൾ
പ്രതിസന്ധികൾ ജീവിതത്തിൽ അനവധിയായിട്ടിരിക്കുമ്പോൾ നമ്മളിതൊക്കെ കളഞ്ഞിട്ട് ദൈവത്തെ മറുതലിച്ചിട്ട് ദൈവത്തിന്റെ വിളിയെ നമ്മൾ വിട്ടിട്ട് കപ്പലിന്റെ അടിത്തട്ടിൽ നമ്മളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ കിടക്കും. നമ്മൾ വിചാരിക്കും ഒരു പ്രശ്നവും ഇനി ഉണ്ടാകത്തില്ല, ഇനി ഒരു പ്രതിസന്ധിയും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല, ഇതിങ്ങനെ അങ്ങ് പോകും. യോനയുടെ ജീവിതത്തിലും ഉണ്ടായത് അങ്ങനെ തന്നെയായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ യോന അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി വന്നിട്ട് യോനയോട് ചോദിക്കുന്നു, നീ എന്താ കിടന്ന് ഉറങ്ങുന്നേ? നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. ഈ കപ്പലിലുള്ള ഓരോരുത്തരും അവരവരുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നീ മാത്രം എന്താ കിടന്ന് ഉറങ്ങുന്നേ? അവര് കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ കപ്പലിൽ നിന്ന് എടുത്ത് സമുദ്രത്തിലേക്ക് തള്ളിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വന്നാലും ആ കുറവുകളിൽ നിന്ന് നമുക്കൊരു നിറവ് ആകണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം മറുതലിച്ച് നിൽക്കുന്നുവെങ്കിൽ ആ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ നമ്മൾ എറിഞ്ഞു കളയണം. അതിന് പ്രത്യേകിച്ച് നമ്മൾ എങ്ങും ധ്യാനത്തിനൊന്നും പോകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ ഒത്തിരി നവീകരണ ധ്യാനങ്ങൾക്കൊക്കെ പോയിട്ടുള്ളവരാണ്. ഞാൻ അങ്ങനെയുള്ളവരോട് പറയാറുള്ളത്, പലപ്പോഴും ഞാൻ പറയാറുള്ളത്, ഇവിടെ നേഴ്സുമാരൊക്കെ ഒത്തിരി പേരുണ്ട്, വല്ല ഓങ്കോളജി വാർഡിലോ റേഡിയേഷൻ നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം. ഒരു നവീകരണത്തിന് പോകണ്ട. എന്താണ് ജീവിതമെന്ന് നമ്മളെ അവിടെ പഠിപ്പിക്കും, എന്താണ് സൗന്ദര്യമെന്ന് നമ്മളെ അവിടെ പഠിപ്പിക്കും. സ്ത്രീകൾക്ക് മുടി വളരെ പ്രാധാന്യമുള്ളവരാണ്. എൻ്റെ മുടിയാണെങ്കിൽ പകുതി പോയി ഇവിടെ വന്നിട്ട്. അപ്പോ നമ്മൾ ഒരു ധ്യാനത്തിന് പോകേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി. എറിയേണ്ടുന്നതിനെ എറിഞ്ഞു കളഞ്ഞാൽ മതി. കളയേണ്ടുന്നതിനെ കളഞ്ഞാൽ, തള്ളേണ്ടതിനെ, നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, തള്ളേണ്ടതിനെ തള്ളിക്കളഞ്ഞാൽ കൊള്ളേണ്ടതിനെ നമുക്ക് കൊള്ളുവാൻ സാധിക്കും. ഇവിടെ യോനയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവര് ചീട്ടിട്ടു. നമ്മൾ നാട്ടിൽ പറയാറുണ്ട്, അവന്റെ ചീട്ട് കീറി അല്ലെങ്കിൽ അവളുടെ ചീട്ട് കീറിയെന്ന്. ചീട്ട് നമ്മള് ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് നമ്മൾ എവിടെ പോയാലും അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ദോഷമായി തന്നെ ഭവിക്കും. അതിന് സംശയം വേണ്ട. ചീട്ട് യോനായ്ക്ക് തന്നെ വീണു. യോന പ്രവാചകനാണ്. ബൈബിളിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. വലിയ പ്രവാചകന്മാർ ഒത്തിരി ഉണ്ട്. അതിൽ ചെറിയ പ്രവാചകനാണ്. നമ്മൾ വലിയ പള്ളി ചെറിയ പള്ളികൾ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ചീട്ട് യോനയ്ക്ക് വീണു. യോന എന്താ വിചാരിച്ച്? ഒന്നും സംഭവിക്കില്ല. ദൈവം എന്നോട് പറഞ്ഞ എന്തുവാ? നിനവയിലേക്ക് പോകാനാ. 500 മൈലുള്ള നിനവയിലേക്ക് പോകുവാൻ ദൈവം തമ്പുരാൻ യോനയോട് പറഞ്ഞപ്പോൾ 2000 മൈൽ അകലെയുള്ള തർശീസിലേക്ക് പോകാനായിരുന്നു പുള്ളിക്കാരൻ തീരുമാനിച്ചത്. നമ്മളും അങ്ങനാണ്. പലപ്പോഴും ദൈവാത്മാവ് നമ്മളോട് പറയും, വചനത്തിൽ നമ്മളോട് സംസാരിക്കും, നീ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ചെയ്യത്തില്ല. നമ്മളിങ്ങനെ ലോകത്തിൻ്റെതായ പോക്കിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. പക്ഷെ യോനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം എനിക്ക് തോന്നുന്നു സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. കപ്പൽ പ്രമാണി ആൾക്കാരെല്ലാം വന്നിട്ട് ഈ പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ട്. ഈ കപ്പൽ പ്രമാണി എന്ന് പറയുന്നത് ബൈബിൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കപ്പൽ പ്രമാണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംബൽ ഓഫ് ഹോളി സ്പിരിറ്റ്. കപ്പൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംബൽ ഓഫ് ദ വേൾഡ്. ഈ ഫിഷ് എന്ന് പറയുന്നത് മത്സ്യം, ഇറ്റ്സ് എ സിംബൽ ഓഫ് ദ ചർച്ച്. അങ്ങനെയാണ് പല ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ഈ യോന സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളോട് വന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയും? ഇനി സുപ്രീം കോടതി വിധി വന്നാലും നമ്മൾ പറയും ഞാനല്ല, എൻ്റെ ഇങ്ങനല്ല, നമ്മൾ പറയാറുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലായിരുന്ന സമയത്ത് സുഹൃത്തുക്കൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. തമാശയിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് വലിയ ലോജിക്കോ ആക്ച്വലി റിയാലിറ്റിയോ ഒന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അവിടെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പല്ലാവരത്ത് ആർമി ക്യാമ്പുണ്ട്. ആർമിയുടെ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ആക്ച്വൽ സംഭവമൊന്നും അല്ല, ഒരു തമാശ പറയുന്ന ഒരു കാര്യമാണ്. ആർമി റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ മുനിയണ്ടി എന്ന് പറയുന്ന ഒരാൾ, ഒരു പേരങ്ങ് പറയുകയാണ് കേട്ടോ. മുനിയാണ്ടിയും വന്നു. മുനിയാണ്ടി അതിന്റെ റിട്ടൺ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം പാസ്സായി. മുനിയാണ്ടിക്ക് ശരിക്കും ഒരു വലിയ പ്രത്യേകിച്ചൊരു ജനറൽ നോളജോ വലിയ ഐക്യോ ഒന്നുമില്ല. ഒരു സാധാരണ മനുഷ്യനാണ്. പുള്ളി എങ്ങനെയൊക്കെയോ ഈ കടമ്പ കടന്ന് ഇതുവരെ എത്തി. ഇനി ഫൈനലായിട്ട് ഒരു ടെസ്റ്റ് കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഓഫീസർ വന്നിട്ട് മാപ്പ് ഇട്ടിട്ട് ഈ മാപ്പിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എവിടെയാണെന്ന് അടയാളപ്പെടുത്തണം. ഇപ്പോൾ ഓഫീസർ വന്നു, മുനിയാണ്ടിക്ക് വേണം. ഓഫീസർ
മാപ്പിട്ടു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു സംഭവം, അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന ഒരു കാര്യമാണ്, തമാശയിൽ പറയുന്നതാണ് കേട്ടോ, എൻ്റെ റിയാലിറ്റി അന്വേഷിച്ച് പോകണ്ട. മാപ്പിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, இந்த മാപ്പിൽ ഇന്ത്യ എങ്ങനെ ഇരിക്കുന്നത് കാട്ട്, ഇന്ത്യ എവിടെ ഇരിക്കുന്നത് കാണിക്കാൻ പറഞ്ഞു. മുനിയാണ്ടിക്ക് ഇന്ത്യ എവിടെയാണ് ഇന്തോനേഷ്യ എവിടെയാണെന്ന് യാതൊരു പിടുത്തവുമില്ല. പക്ഷെ പുള്ളി മനസ്സിൽ ചിന്തിച്ചു, ഇപ്പൊ ഇത് പറഞ്ഞില്ല എങ്കിൽ എൻ്റെ ജോലി കലാസ്, മാറ്റർ തീർന്നു. അവസാനം പുള്ളി ബുദ്ധി ഉപയോഗിച്ചു. ബുദ്ധി എങ്ങനെയുള്ള ബുദ്ധിയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. പുള്ളിക്ക് ഒന്നും മനസ്സിലാകത്തില്ല, ഇന്ത്യ എവിടെയാണ്, തമിഴ്നാട് എവിടെയാ, കേരളം എവിടെയാ, ഒന്നും അറിയില്ല. പുള്ളി പറഞ്ഞു, സാർ ഏ ഊയിലെ പോണാലെന്നാ ഇന്ത്യയെ കാട്ടിക്കൊടുക്ക മാട്ടെ. നിൽക്കാൻ വേണ്ടി നമ്മൾ പലതും പറയും. മുനിയാണ്ടി നിൽക്കാൻ വേണ്ടി പറഞ്ഞു, മുനിയാണ്ടിക്ക് ജോലി കിട്ടി. ഓഫീസർ പറഞ്ഞു, വെരി ഗുഡ്, യു ആർ അപ്പോയിന്റഡ്, ഗോ ഇൻസൈഡ്. എന്താ പറഞ്ഞതെന്നോ അതിന്റെ റിയാലിറ്റി എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കും. സന്ദർഭത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. നമ്മൾ പറയും, ഞാനല്ല, ഞാൻ പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ യോനാച്ചാൻ എന്ന് നമുക്ക് പറയണമെങ്കിൽ മലയാളത്തിൽ പറയാം. നമ്മൾ മലയാളീസ് അല്ലേ, ബ്രിട്ടീഷുകാരെന്നല്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളൊക്കെ എങ്ങനെ ആയിക്കോട്ടെ. യോനാച്ചാന് സത്യസന്ധനായ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മുടെ സിനിമയിൽ ഹരിശ്രീ അശോകൻ ദിലീപിനോട് ചോദിക്കുന്നില്ല, നീ ആരാണ്, എവിടെയാണ്, എന്തരാണെന്നൊക്കെ ചോദിച്ചു. പുള്ളി സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാൻ ഇന്നാളാണ്, ഇവിടെ നിന്ന് വരികയാണ്, ആകാശവും ഭൂമിയും കരയും കടലും ഒക്കെ ഉണ്ടാക്കിയ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനാണ് ഞാനെന്ന് പുള്ളി സത്യസന്ധമായിട്ട് പറഞ്ഞു. അവസാനം എന്താ സംഭവിച്ചത് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊന്നും വലിയ നാഗ്പൂർ സെമിനാരിയിൽ പോയി പഠിക്കേണ്ടുന്ന കാര്യമോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്ന, ദൈവസാന്നിധ്യം മനസ്സിലിരുത്തിയിട്ട് നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അദ്ദേഹം അവസാനം പറഞ്ഞു, ഇതിന് എന്താ ഇനിയിപ്പോൾ ഒരു മാർഗം, നമ്മൾ തീരാൻ പോവാ, വേറെ ഒരു മാർഗമില്ല. യോനായിക്ക് ചീട്ടിട്ടു, യോന വീണു, മീൻസ് യോനായിക്ക് ചീട്ട് വീണു, നീയാണ് അതിൻ്റെ കാരണക്കാരൻ. യോന പറഞ്ഞു, ഞാനാണ് കാരണക്കാരൻ, എന്നെ എടുത്ത് കടലിൽ കളഞ്ഞേക്കാൻ പറഞ്ഞു. യോനായിക്ക് പശ്ചാത്താപം ഉണ്ടായി. നമുക്കറിയാം, ഇതിൻ്റെ ഈ 4 അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ യോന ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവനാണ്. രണ്ടാമത് വീണ്ടും ഇച്ചിരൂടെ അടുത്ത് വരുന്നു, വീണ്ടും അകന്നു പോകുന്നു. അവസാനം അദ്ദേഹം മടങ്ങി വരുന്നു, നിനേവയിലേക്ക് പോകുന്നു, അദ്ദേഹം സുവിശേഷം അറിയിക്കുന്നു, നിനേവക്കാർ മാനസാന്തരപ്പെടുന്നു. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ യോനയ്ക്ക് മാനസാന്തരം ഉണ്ടായി. യോന പശ്ചാത്തപിച്ചു. യോന പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചിട്ട് എനിക്കൊരു മനസ്സിലാകുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല. ഒരിക്കലും നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്, ഈ പാർട്ടികളുടെ അനൗൺസ്മെന്റിനൊക്കെ പോകുന്ന ആളാണ്, ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ ഓശാനയ്ക്ക് പള്ളിയിൽ പ്രസംഗിക്കാനായിട്ടൊരു അവസരം കൊടുത്തു. അദ്ദേഹം ഫുൾ ടൈം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമുക്കറിയാം, നാട്ടിലെ ഒരു അനൗൺസ്മെന്റ്, പാർട്ടികളുടെ ഒരു അനൗൺസ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതായി വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞു വരും. ഇദ്ദേഹം പ്രസംഗിച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ടോൺ മോഡുലേഷൻ മൊത്തം മാറി. ഇദ്ദേഹം പറഞ്ഞു, ആയിരങ്ങൾ 10,000 നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ യേശു ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. അപ്പൊ കേട്ടവർക്കെല്ലാം മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നത്. ഇദ്ദേഹം ഇങ്ങോട്ട് മാറിയെങ്കിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷെ അത് വേറെ ലെവലിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ എടുത്തു കളയേണ്ടതിനെ എടുത്തു കളയണം. പശ്ചാത്തപിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ദൈവമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. 125 സങ്കീർത്തനം പറയുന്നു, അച്ഛൻ ഇറങ്ങി വരുന്ന എനിക്ക് സമയമായെന്ന് തോന്നുന്നു. 127 സങ്കീർത്തനം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനെ ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മൾ പറയാറുണ്ട്, നൂലിൽ കെട്ടിക്കൊടുക്കുമെന്ന്. നമ്മുടെ ദൈവം നൂലിൽ കെട്ടിയല്ല, എങ്ങനെ വേണേലും കൊടുക്കാൻ തയ്യാറാണ്. തന്റെ പ്രിയനായിരിക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ദൈവമില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നാം എന്ത് ചെയ്താലും, നാം എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അവിടെ ദൈവമുള്ള അവസ്ഥയിലൂടെ നാം കടന്നു പോകണം.
യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. നമ്മളെവിടെ ജോലിയിലാണോ, NHS ജോലിയാണോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണോ, CEO ആണോ, CFO ആണോ, ഇതൊന്നും അല്ല വിഷയം. വിഷയം ദൈവമാണ്. എല്ലാ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവമാണോ എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം. അതാണ് കുടുംബം. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ മറുതിരിച്ചു പോകാതെ തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളഞ്ഞ് കൊള്ളേണ്ടതിനെ കൊണ്ട് നാം സമർപ്പിച്ചാൽ ദൈവം നമ്മളോട് പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാമോ, മാർത്തോമാ സഭയുടെ കാലം ചെയ്ത ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ അവൻ മനസ്സിലാക്കിയാൽ അവന്റെ പ്രശ്നങ്ങൾക്ക് 50% പരിഹാരം ഉണ്ടാവും. ഒന്നാമത്, ഞാൻ ആരാണ്. 2, എനിക്ക് എന്താണ് വേണ്ടത്. 3, ലോകം എനിക്ക് എന്താണ് തരേണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് 50% പരിഹാരമുണ്ടാവും. നമ്മൾ പറയും, താൻ പാതി ദൈവം പാതി. ദൈവം നൂലിൽ കെട്ടിയിറക്കുന്നതല്ല. ദൈവത്താൽ എല്ലാം സാധിക്കും. അസാധ്യമായ ദൈവത്താൽ ഒന്നുമില്ല. 125 സങ്കീർത്തനം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കും. പ്രതിസന്ധികളിൽ മറുതലിച്ചു നിൽക്കാതെ പ്രത്യാശയോടെ ജീവിക്കാൻ, പരാജയത്തിന്റെ പടുകുഴിയിലും അരാജകത്വത്തിന്റെ അഗ്നിപർവ്വതങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്ന് നാം പറയുന്നത്. നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ നേടിയാലും ഈ 3 നോമ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തോട് നാം അടുത്തു വരുന്നില്ല എങ്കിൽ എത്ര നോമ്പായാലും എത്ര ഉപവാസമായാലും ഇതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ ലോകം നാം വിട്ടുപോകും. ഇവിടെയുള്ള എല്ലാം വിട്ടുപോകും. തമിഴിലൊരു കവിയുണ്ട്, കവിஞர் കണ്ണദാസൻ പാടിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ആ പാട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? വീട് വരെ ഉറവ്, വീതി വരെ മനൈവി, കാട് വരെ പിള്ളை, കടച്ചി വരെ ആകോ. ഭർത്താവ് മരിച്ചു പോകുമ്പോൾ, ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ പറയുന്ന കാര്യമാണ്. ഈ ലോകത്തെ ബന്ധങ്ങൾ വീട് വരെ മാത്രമാണ്. സ്വന്തം ഭാര്യ വീതി വരെ, സ്ട്രീറ്റ് വരെ വരുള്ളൂ. മക്കൾ ചുടുകാട് വരെ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനപ്പുറമായി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പറയും, ദൈവം നമ്മളോട് ചേർന്ന്, ദൈവം നമ്മളെ ചേർന്ന് നിർത്തും. ഞാൻ പറയുന്നത്, എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്, ദൈവം നമ്മളെ ചേർത്ത് നിർത്തും. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും, പക്ഷേ ദൈവം നമ്മളെ ചേർത്ത് നിർത്തും. ഈ ചേർത്ത് നിർത്തലും ചേർന്ന് നിൽക്കലും വ്യത്യാസമുണ്ട്. ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ കരുതൽ കൂടുതലാണ്, കടപ്പാട് കൂടുതലാണ്. നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുന്നതും പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റി പറയാനായിട്ട് അതാണുള്ളത്. ചേർത്ത് നിർത്തുക, നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം. ആ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇത്രയും സമയം എന്നെ സഹിച്ച നിങ്ങളവരോടും ഉള്ള നന്ദിയും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവിൽ അനുഗ്രഹീതരെ, നല്ലൊരു അല്ലേ, അത് എന്ത് ഡീപ്പായിട്ടുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. എല്ലാം വലിച്ചെറിയുന്ന, കപ്പലിനകത്തുനിന്ന് എല്ലാം വലിച്ചെറിയുന്ന ആളുകളെക്കാൾ ഉപരി സ്വയം വലിച്ചെറിയപ്പെട്ട യോനയെ ചേർത്ത് പിടിച്ച, ചേർത്ത് നിർത്തിയ ദൈവം അത് നമ്മുടെ ഹൃദയത്തിലോട്ട് മറന്നു പോകാത്ത രീതിയിൽ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു തന്നു അല്ലേ. വെറുതെ ഇരുന്ന് വർത്താനം പറയുന്ന പോലെ. ഞാൻ ഷൈനിയോട് ഇങ്ങനെ സംസാരിച്ച് ഷൈനി പറഞ്ഞായിരുന്നു ബിനു പ്രസംഗിയൊക്കെ ചെയ്യും. ബിനു പറഞ്ഞിട്ടില്ല അത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കരോളിനൊക്കെ പോകുമ്പോഴും അല്ല ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ബിനുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു വർത്താനം പറയാൻ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇപ്പം ദൈവം തോന്നിപ്പിച്ചാണ്. ഇന്ന് ഞാൻ ബിനുവിനോട് ചോദിച്ചു, ബിനു വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു, വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് ഭംഗിയായിട്ടത് അവതരിപ്പിച്ചു. അപ്പം അത് ആ മെസ്സേജ് എത്രമാത്രം സന്നിവേശിപ്പിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ഈ കയ്യടി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കൈയടിച്ചത്. ബിനുവിന് എല്ലാവിധമായ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്.